നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ വിശാഖം കാല അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിൽ 14-ാം തീയതി വരെ, അതായത് മെയ് മാസം 14-ാം തീയതി വരെ സൂര്യൻ 6-ലാണ് വൃശ്ചികക്കൂറുകാർക്ക്. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. രോഗ ദുഃഖ ശത്രുശമനം, ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുക. ഏത് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാലും 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് 14-ാം തീയതി വരെ. 14-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി വന്നു ചേരുക, വഴി നടക്കൽ, അലച്ചിലുണ്ടാവുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പോൾ ഒരു പരിധിവരെ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വരുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ആഹാരം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ തന്നെ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതായത് 7 നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ എല്ലാം സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങൾ, സ്തോത്രങ്ങൾ ജപിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് ചൊവ്വ. ഭാഗ്യസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ലാട്ടോ സൂചിപ്പിക്കുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരുക, അതുകൂടാതെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുക. ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും അത്ര നല്ല ഫലത്തെ അല്ല. വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്കും നല്ല ഫലം നമുക്ക് വന്നു ചേരാത്തൊരു കാലയളവിനെയാണ് സൂചിപ്പിക്കുന്നത് 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൊവ്വയെ കൊണ്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി നാമങ്ങൾ, സ്തോത്രങ്ങളൊക്കെ ജപിക്കുക. പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇതേപോലെയുള്ളതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ. ഒരു ദുരിതവും നമ്മളിലേക്ക് വരാതെ ഭദ്രകാളി ഭഗവതി തന്നെ നമ്മളെ കാത്തോളും. ഈ വരുന്ന മെയ് മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 7-ാം തീയതി വരെ 5-ലാണ്, അതിനുശേഷം 24-ാം തീയതി വരെ 6-ലേക്ക് വരും. 24-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരും. 5-ൽ നിൽക്കുമ്പോഴും 7-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലമല്ല. പക്ഷേ 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ാം തീയതി വരെ 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കലഹം ഉണ്ടാകുന്നത് നമ്മളുടെ കുടുംബത്തെ സ്വസ്ഥത തന്നെ ഇല്ലാതാക്കും, അല്ലേ? അപ്പോൾ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. പക്ഷേ 7-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരുക, കാര്യവിജയം വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കാനായിട്ടുള്ള യോഗം, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ വന്നു ചേരുക. വളരെ നല്ല ഫലമാണ് 7-ാം തീയതിക്കും 24-ാം തീയതിക്കും ഇടയ്ക്കുള്ള സമയത്ത് 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 24-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോഴും വീണ്ടും കലഹത്തെ തന്നെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 5-ൽ നിൽക്കുമ്പോഴും 7-ൽ നിൽക്കുമ്പോഴും ബുധനെ കൊണ്ട് കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. ഈ വരുന്ന മെയ് മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യാഴത്തിന് രാശിമാറ്റമുണ്ട്. ഇടവൻ രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയാണ്. അതായത് വൃശ്ചികക്കൂറുകാർക്ക് 7-ലായിരുന്നു വ്യാഴം, 8-ലേക്ക് വരികയാണ്. 7-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ ദൈവാധീനമുള്ള കാലയളവിനെയാണ് ചന്ദ്രാൽ സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വാക് സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ കരുതുന്നതായിട്ടുള്ള ധനം നമുക്ക് തിരിച്ചു ലഭിക്കുക, അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ദുരിതങ്ങൾ മാറുക. അതായത് 7-ൽ നിൽക്കുന്ന വ്യാഴം വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ 8-ലേക്ക് വരുന്ന വ്യാഴത്തെ കൊണ്ട്, അതായത് 14-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വ്യാഴം വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പൊതുവേ തന്നെ ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായി. 8-ൽ നിൽക്കുന്നതായിട്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങൾ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ല. മോശഫലം ഒന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ. എല്ലാവർക്കും എപ്പോഴും നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ തന്നെയാണ് ആഗ്രഹം, അല്ലേ? എനിക്കായിക്കോട്ടെ, നിങ്ങൾക്കായിക്കോട്ടെ.
എന്തായാലും 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഒരു ഈശ്വരാധീന കുറവിനെ സൂചിപ്പിക്കുന്നുണ്ട്. മനസാ വാചാ കർമ്മണ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും അപവാദ പ്രചരണങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ഏത് കാര്യങ്ങൾക്കും എപ്പോഴും അലച്ചിലുണ്ടാവുക. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, മറ്റൊന്ന് കഴിയുമ്പോൾ വേറൊന്ന്, വേറൊന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ഒന്നങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും വേറൊന്നും അങ്ങോട്ട് തുടങ്ങുക. ധനപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. നമ്മുടെ കുടുംബത്ത് തന്നെ ഒരു സ്വസ്ഥതക്കുറവ് വന്നു ചേരുക. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും വ്യാഴം 8-ൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മോശഫലങ്ങളെ നമുക്ക് എന്തായാലും ഇല്ലാതാക്കേണ്ടതുണ്ട്. ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക. നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിരുത്തി തൊഴുക. അപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനമൊന്നും പെട്ടെന്ന് സാധ്യമായി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, നമ്മൾ വസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നമുക്ക് നാമം ജപിക്കാമല്ലോ. മനസ്സിരുത്തി ഗുരുവായൂരപ്പനെ ഭജിക്കാമല്ലോ. നാരായണ എന്നുള്ള നാമം ജപിക്കുക. നമുക്കറിയാവുന്നതായിട്ടുള്ള വിഷ്ണുവിൻ്റെ സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല. ആ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പൻ തന്നെ നമ്മളെ അനുഗ്രഹിച്ചോളും, യാതൊരു സംശയമില്ല. നമുക്കൊരു രോഗ ദുരിതം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇതും. ആ മരുന്ന് വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ആ രോഗം ഇല്ലാതാവില്ലേ? അപ്പം എന്ന് പറഞ്ഞതുപോലെ ഗുരുവായൂരപ്പനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ ഈ 8-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഓരോ മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല, യാതൊരു സംശയമില്ല. നാമസങ്കീർത്തനം യസ്യ സർവപാപത്രനാശനം. ഞാൻ പൊതുവെ പലപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്. നാമസങ്കീർത്തനമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ട് ഉള്ള ഉപായം ഈ കലികാലത്ത്. 5-ലാണ് ശുക്രൻ. 5-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ്. അത് നല്ല ഫലമാണെന്നുണ്ടെങ്കിൽ നല്ല ഫലമാണെന്ന് പറയും, മോശഫലമാണെന്നുണ്ടെങ്കിൽ ആ മോശഫലത്തെയും ഞാൻ സൂചിപ്പിക്കാറുണ്ട് എന്നാണ് എൻ്റെ വിചാരം. എന്തായാലും 5-ൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, ബന്ധുഗുണം അനുഭവത്തിയായിട്ട് വരിക. ഓരോ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ബന്ധുക്കളുടെ ഗുണം വേണം അല്ലേ? ബന്ധുക്കളുടെ സാമീപ്യം വേണം, ബന്ധുക്കളുടെ യോജിപ്പ് വേണം. അപ്പോൾ ആ ബന്ധുക്കളുടെ യോജിപ്പ് വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം വന്നു ചേരുക. ആ ഗുരുവിൻ്റെ അനുഗ്രഹം വന്നു ചേരുക എന്ന് പറയുന്നതൊന്നും ലളിതമായിട്ടുള്ള ഫലമല്ല. ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം നമുക്ക് ജീവിതത്തിലേക്ക് അനുഭവത്തിയായിട്ട് വരും. ഗുരുവിൻ്റെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും ശരിയാവില്ല അല്ലേ? അപ്പോൾ എന്തായാലും 5-ൽ നിൽക്കുന്ന ശുക്രൻ ഗുരുവിൻ്റെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു. വളരെ നല്ല ഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 5-ൽ തന്നെയാണ് ശനി. 5-ൽ ശനി നിന്ന് കഴിഞ്ഞാൽ സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ശനൈശ്ചരായ നമഃ നാമം ജപിക്കുക. എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് അതിനെയെല്ലാം മറികടക്കുവാൻ, കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊട്ടാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.